തെണ്ടിത്തരമാണ് മൃണാളെ, തികഞ്ഞ തെണ്ടിത്തരം. എന്താ എന്ത് പറ്റി? തൻ്റെ കടയിൽ വന്നു, തൻ്റെ ഹംഗ്രി മൃണാളി വന്നു, നാരങ്ങാ വെള്ളം കുടിച്ചു. നാരങ്ങാ വെള്ളത്തിൻ്റെ സ്ട്രോയ്ക്ക് 1 രൂപ. തികഞ്ഞ തെണ്ടിത്തരം തന്നെയാണ്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. എല്ലാം തികഞ്ഞവനെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വയം പൊങ്ങിയാണ് മൃണാളെ നീ. അറിയപ്പെടുന്ന ഫുഡ് ബ്ലോഗറൊക്കെയാണ്. ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നതും അല്ലാത്തതുമായ ഭക്ഷണശാലകളിൽ കയറി ഫുഡ് അടിക്കുക, എന്നിട്ട് ആ കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങും മുന്നേ അതിന് കുറ്റം പറയുക. അതെന്റെ ഒരു ശീലമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല, ശീലമായി പോയി. കാരണത്തിനാല് പെടകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. കയ്യിലിരിപ്പും വായിലെ നാക്കും മൂലം ഇപ്പോൾ കേരളത്തിലെ ഹോട്ടലുകളിൽ പലതിലും മൃണാളിനെ കയറ്റാറില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. മൃണാളിന്റെ സ്വഭാവവും മലയാളികളുടെ പൊതുവെയുള്ള സ്വഭാവവും കൂടി കുട്ടി വായിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഇവന് 2 എണ്ണം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. മറ്റ് ഹോട്ടലുകാർ കയറ്റാത്തത് കൊണ്ടാണോ, ബുദ്ധി കൂടി തലയിൽ ഉണ്ടായിരുന്നു, ബുദ്ധി കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുന്നു. ഹംഗ്രി മൃണാൾ. ഒരുമാതിരി കുത്തന വർത്താനം പറയരുത്. ഗതികെട്ടവന്റെ തല മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്ത അനുഭവമായിരുന്നു മൃണാൾ സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയപ്പോൾ. ഹോട്ടൽ നടത്തിപ്പ് ഇങ്ങനെ വേണമെന്ന് ഇന്ത്യയിലെ ഹോട്ടൽ ഭീകരന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന അവതാരമാണ് മൃണാൾ. എന്നെ ആക്കിയതാണല്ലേ. ഭക്ഷണത്തിന്റെ രുചിയും സ്വാദും രുചിച്ചു നോക്കാതെ തന്നെ പറയാൻ കഴിയുന്ന ഭീകരൻ. വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കണിശക്കാരൻ. എന്നധികം പൂഴ്ത്തി വഷളാക്കരുത്. ഇതെല്ലാം അറിയാവുന്നവർ മൃണാൾ സ്വന്തമായി തുടങ്ങിയ ഹോട്ടലിലേക്ക് കൂട്ടമായി ചെല്ലുന്നു. പക്ഷെ എന്നാണ് സത്യം പറഞ്ഞത്, ചെന്ന് നോക്കിയപ്പോൾ ഒട്ടും മനുഷ്യരില്ല. ചെന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മൃണാൾ ഇത്രകാലം കേരളം മുഴുവൻ നടന്ന് പറഞ്ഞതൊന്നും മൃണാളിന്റെ കടയിൽ ഇല്ലെന്ന് മനസ്സിലായത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. ഭക്ഷണത്തിന്റെ രുചി കുറവ്, അളവ് കുറവ്, ടോക്കൺ സമ്പ്രദായം, പാറി പറന്നു കിടക്കുന്ന ഈച്ചകൾ, വിലക്കുറവ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നു. മൃണാളിന്റെ ഹോട്ടലിലെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പകച്ചുപോയി മൃണാൾജിയുടെ ബാല്യം. അവന്റെ ഉണ്ടക്കണ്ണ വിണ്ണോട് വിജൃംഭിച്ചു. ഇത്രകാലം കേരളം മുഴുവൻ ഓടി നടന്ന് വെച്ചിരുന്ന വെടികളെല്ലാം തിരിച്ചു വന്ന് സ്വന്തം ദേഹത്ത് കൊള്ളുന്നു. അനുഭവിക്കും, മറ്റുള്ളവരുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന കഷായത്തിന്റെ കയ്പും ചവർപ്പും സ്വന്തമായി അറിഞ്ഞ് മൃണാൾ വിയർക്കുകയാണ്. പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ. ചോറിന് ഇവിടെ 20 രൂപയുള്ളൂ കേട്ടോ, സാധാരണക്കാർക്ക് പറ്റിയ ഊണ്. കേൾക്കാൻ നല്ല സുഖമുണ്ട്, കുളിര് കോരും. പച്ചച്ചോറിന് മാത്രമാണ് 20 രൂപ, സാമ്പാറിന് വേറെ 20 കൊടുക്കണം, മോരിന് കൊടുക്കണം 20, പച്ചക്കറി തോരന് കൊടുക്കണം 20, പപ്പടത്തിന് കൊടുക്കണം 7 രൂപ, ചോറ് രണ്ടാമത് ചോദിച്ചാലും ഈ 20 കൊടുക്കണം. കഷ്ടം. ഇങ്ങനെ പോയാൽ കൂടെ നടക്കുന്ന എന്നെയും വിറ്റ് കാശാക്കുമല്ലോ. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല വേറെ പലയിടത്തും കിട്ടുമെന്നാണ് ഇപ്പോൾ അണ്ണൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ഉള്ള സുഖം കിട്ടുമ്പോൾ ഇല്ലെന്ന് അണ്ണന് മനസ്സിലായി കാണും. കിട്ടുമ്പോൾ ഇങ്ങനെ കിടന്ന് മോങ്ങരുത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ